നിങ്ങൾ എയർപോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് നിങ്ങളുടെ ബോർഡിംഗ് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ പാസഞ്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓരോ എയർലൈൻസിൻ്റെ ബോർഡിംഗ് പാസും ഓരോ രീതിയിലാണെങ്കിലും അതിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം സെയിം ആണ്. വെച്ചാൽ ആദ്യം നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു വെച്ചാൽ ഡിപ്പാച്ചർ സ്റ്റേഷൻ ആൻഡ് അറൈവൽ സ്റ്റേഷൻ ഉണ്ടാകും, അതുപോലെ ആ ഡിപ്പാച്ചർ ടൈം ഉണ്ടാകും, എപ്പോഴാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, മെയിനായിട്ട് നിങ്ങളുടെ സീറ്റ് നമ്പർ, നിങ്ങളുടെ സോൺ. ബോർഡിംഗ് പാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ അതിൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പക്ഷെ അതിൽ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സോൺ. എന്താണ് സോൺ, എന്തിനു വേണ്ടിയിട്ടാണ് അതിൽ മെൻഷൻ ചെയ്തതെന്ന് എപ്പോഴും പലർക്കും അറിയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോർഡിംഗ് സമയത്ത് എയർലൈൻ സ്റ്റാഫ് അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ സോൺ വൈസ് ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 3 സോൺ ആയിരിക്കും ഉണ്ടാവുക. സോൺ എ, ബി ആൻഡ് സി, ഇങ്ങനെ 3 സോൺ ആയിരിക്കും. ആദ്യം സോൺ അനൗൺസ് ചെയ്യുന്നത് സി ആയിരിക്കും, പിന്നെ ബി ആണ്, പിന്നെ എ ആയിരിക്കും. ഫ്ലൈറ്റിൽ നമ്മുടെ സീറ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സോണും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിങ്ങളുടെ സീറ്റ് നമ്പർ 20 to 31 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോൺ സിയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടായിരിക്കും പാസഞ്ചേഴ്സിനെ ബോർഡ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുമ്പം എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ പാസഞ്ചേഴ്സ് തമ്മിലുള്ള തിരക്ക് കുറക്കാനും നമ്മുടെ ബോർഡിങ്ങും വളരെ സ്മൂത്ത് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ഇനി സോൺ എന്തിനാണ് മെൻഷൻ ചെയ്തതെന്നുള്ള കൺഫ്യൂഷൻ ആർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്ത് വെച്ചോളി. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.